ആർട്ടിക്കിൾ 19 ഇന്ത്യയിലെ ജനങ്ങൾക്ക് സംഘടിക്കുവാനുള്ള അവകാശം നൽകുന്നു. ഇത് കേവലം ഒരു മാർഗനിർദ്ദേശക തത്വമായി അല്ല ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. നേരെ മറിച്ച് സംഘടിക്കാനുള്ള അവകാശത്തെ മൗലിക അവകാശമായാണ് ഭരണഘടന പറഞ്ഞു വെക്കുന്നത്. ബ്രിട്ടീഷ് അടിച്ചമർത്തൽ ഭരണം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന ആ കാലത്തും ഇന്ത്യയിൽ ജനങ്ങൾക്ക് സംഘടിക്കുവാനും പ്രതിഷേധിക്കുവാനുമുള്ള അവകാശത്തെ ബ്രിട്ടീഷ് ഭരണകൂടം പോലും തടഞ്ഞിരുന്നില്ല. എന്താണ് ഇത് ഇവിടെ ഇപ്പോൾ പറയാനുണ്ടായ കാരണം എന്നല്ലേ പറയാം. ഭാരതമാതാവിൻ്റെ മക്കൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സംഘപരിവാറുകാർ ഭരിക്കുന്ന UP-യിൽ ദളിതൻ സംഘടിക്കേണ്ടതില്ല എന്ന അപ്രഖ്യാപിത പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആണ്. ഏത് UP ആണെന്നല്ലേ? താക്കൂർമാരും ബ്രാഹ്മണരും വസിക്കുന്ന ഗ്രാമത്തിൽ ദളിതയായി ജനിച്ചു എന്ന കുറ്റം കൊണ്ട് മാത്രം നാക്കുമുറിച്ച് ക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ട ഹത്രാസിലെ പെൺകുട്ടിയുടെ അതേ UP-യിലാണ് ദളിതൻ സംഘടിക്കേണ്ടതില്ല എന്ന പരോക്ഷ തിട്ടൂരവുമായി എത്തിയിരിക്കുകയാണ് അജയ് സിംഗ് ബിഷ്ണു എന്ന താക്കൂർ വിഭാഗക്കാരനായ സ്വയം യോഗി എന്ന് വിശേഷിപ്പിക്കുന്ന യോഗി ആദിത്യനാഥ്. ജാതി തിരിച്ചുള്ള പ്രതിഷേധങ്ങൾ ദേശീയ ഐക്യത്തിന് ഹാനികരം എന്നാണ് യോഗിയുടെ പുതിയ കണ്ടെത്തൽ. ജാതി ഐക്യത്തിൻ്റെ പുണ്യ പൂങ്കാവനമായ ഹത്രാസ് മോഡലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന UP-യിൽ ഇരുന്നു തന്നെ വേണം യോഗി ഇത് പറയാൻ. പട്ടികജാതിക്കാരൻ റാപ്പ് സംഗീതം പാടേണ്ട, പട്ടികജാതിക്കാരൻ നാട്യശാസ്ത്രം രൂപപ്പെടുത്തിയ കലകളിൽ ആടേണ്ടതില്ല എന്നൊക്കെയുള്ള കേരളത്തിലെ ദളിത് വിരുദ്ധ വർത്തമാനങ്ങളുടെ മൂർത്ത രൂപമാണ് UP-യിൽ ദളിതൻ സംഘടിക്കേണ്ടതില്ല എന്ന പുതിയ ഉത്തരവിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇതൊക്കെ അനൗദ്യോഗികമായിട്ടാണെങ്കിൽ UP-യിൽ ഇപ്പോൾ അത് ഔദ്യോഗികമായി എന്നു മാത്രം. ഇന്നും തുടരുന്ന പീഡനങ്ങൾക്കും അകച്ചു നിർത്തലുകൾക്കും ബദലായി OBC ദളിത് വിഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന നവജനാധിപത്യ മുന്നേറ്റങ്ങൾ മനുവാദികളായ സംഘപരിവാറുകാർക്ക് എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് യോഗിയുടെ പുതിയ പ്രഖ്യാപനം. എല്ലാ ജാതികൾക്കും ഈ നിയമം ബാധകമാണെങ്കിലും ഇത് പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയാണ് എന്നത് കൃത്യവും വ്യക്തവുമാണ്. അധിനിവേശക്കാരുടെ ക്രൂരത നിമിത്തം 12-ാം നൂറ്റാണ്ടിൽ 60 കോടി ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ ജനസംഖ്യ 1947-ൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയമായപ്പോഴേക്കും 30 കോടിയായി കുറഞ്ഞെന്ന നട്ടാൽ മുളയ്ക്കാത്ത നുണയും തൊടുത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന ലേബലിൽ അറിയപ്പെടുന്ന യോഗി. ഗോമൂത്രം കൊണ്ട് മരുന്നുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സർക്കാരിന് നേതൃത്വം നൽകുന്ന യോഗിയാണ് പുതിയ കണ്ടെത്തലുമായി എത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു രസം. UP-യെ രാമൻ കാക്കട്ടെ.